സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യ നൽകുന്ന സ്നേഹാണോ, ഒരു ഉമ്മ നൽകുന്ന സ്നേഹാണോ ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ് എന്നോട് നിന്നോട് കാണിക്കുന്നത്? ഒരിക്കലും അല്ല. എന്റെ ഭാര്യ ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്നില്ലെങ്കിൽ, എന്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നത് ഞാൻ പരിഗണിക്കുന്നില്ല എന്റെ ഭാര്യക്ക് തോന്നിയാല്, നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാര് നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയാല്, വേല കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയാല്, ആ ഭർത്താവിനെതിരെ എങ്ങനെയാണ് പോരാടേണ്ടത് എന്ന് ചിന്തിക്കാത്ത ഏതെങ്കിലും ന്യൂ ജനറേഷൻ പെങ്ങന്മാരുണ്ടോ? ഏതെങ്കിലും ഉമ്മമാരുണ്ടോ? ഇയാളെ ശരിയാക്കണം എന്ന് ചിന്തിക്കാത്ത മനസ്സുകളുണ്ടോ? എവിടെയെങ്കിലും വെച്ചിട്ട് പണി കിട്ടുമ്പോ കൊടുക്കണം എന്ന് ചിന്തിക്കാത്ത മക്കളുണ്ടോ? ബാപ്പമാരുണ്ടോ? ആലോചിച്ച് നോക്ക്. സ്വന്തം ബാപ്പാനോട് വരെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ചെയ്യാൻ പ്രതികാര മനോഭാവത്തോടുകൂടെ ജീവിക്കുന്ന മക്കളാണ് ഇന്ന് ജീവിക്കുന്ന ചില മക്കള് എന്ന് പറഞ്ഞാൽ തെറ്റാകൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവങ്ങൾ സാക്ഷിയാണ്. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള മക്കളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാപ്പമാരെ പൊരുത്തമാണ് ജീവിതത്തിലെ വിജയമെന്ന് പറയുന്നത്. ഉമ്മമാരെ സന്തോഷമാണ് ജീവിതത്തിലെ വിജയമെന്ന് പറയുന്നത്. അല്ലാ, ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അവരെ പൊരുത്തത്തിലായി ദീർഘായുസും തഖ്വയും ഇഖ്ലാസും വറവുമൊക്കെ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കുമെല്ലാം നീ ഓശാരം നൽകണേ അല്ലാ. ആലോചിച്ചു നോക്ക്. ഞാൻ ഉപ്പ പറയുന്നത് പോലെ ഉമ്മ പറയുന്നത് പോലുള്ളൊരു മകനല്ലെങ്കിൽ എന്റെ ബാപ്പാക്ക് എന്നെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയൂല. ബാപ്പ ചിലപ്പോൾ എനിക്ക് തരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കളയും. എന്റെ ഉമ്മ ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ചിലപ്പോൾ പരിധി വെച്ച് കളയും, ചിലപ്പോൾ അത് മുറിച്ചു കളയും, ചിലപ്പോൾ അതിന്റെ കടുപ്പത്തിനനുസരിച്ച് അവർ പ്രതികരിച്ചു കളയും. ഇത് നമ്മളും നമ്മളെ മക്കളോട് ചെയ്യൂന്നാ ഞാൻ പറയുന്നത്. പക്ഷേ ചോദിക്കട്ടെ ഉമ്മമാരെ, എത്ര സുബഹി നമ്മൾ നേരം വൈകിട്ട് നിസ്കരിച്ചു, എത്ര സുബഹി വേണ്ടതുപോലെ റബ്ബിന്റെ മുന്നിൽ മഖ്ബൂലല്ല എന്ന് പറയാൻ നമ്മളെ കയ്യിലുണ്ട്. എത്ര നിസ്കാരങ്ങൾ നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ഇഖ്ലാസോടെ അല്ലാതെ നിന്നു എന്ന് പറയാനുണ്ട്. നമ്മൾ ചെയ്ത അമലുകളാകട്ടെ പൂർണ്ണമായി അത് ഒറ്റ ഒന്നുപോലും കാണിക്കാനില്ലാത്ത എനിക്ക് ഇതേ ഒറ്റ അമല് പോലും പൂർണ്ണമാണെന്ന് പറയാൻ കഴിയാത്ത പലർക്കും ആ റബ്ബി ഇന്ന് വരെ ശ്വാസത്തിന് തടസ്സം തന്നില്ലല്ലോ. അതിന്റെ പേരിൽ ഇതുവരെ എന്റെ ആരോഗ്യം തിരിച്ചു ചോദിച്ചില്ലല്ലോ. ആ റബ്ബ് തന്ന ഒരു നിയമത്തും എന്റെ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു പോരായ്മയുടെ പേരിൽ ശിക്ഷയായി എന്റെ റബ്ബ് തന്നു എന്നുറപ്പ് പറയാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ഇന്ന് വരെ റബ്ബിൽ നിന്ന് അനുഭവിച്ചില്ലല്ലോ. എന്തൊരു റഹ്മത്തുള്ള റബ്ബാൻ, എന്തൊരു കാരുണ്യമുള്ള റബ്ബാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാപ്പയും മകനും തെറ്റിപ്പോയി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് മകൻ പറയാണ്, എനിക്കോ എന്റെ മോനൊക്കെ ബാപ്പന്റെ മുന്നിൽ വരാൻ ഞാൻ ഒരിക്കലും തയ്യാറാകൂല. ബാപ്പ പറയാണ്, സംഗതി എന്റെ മോനാണ്, എനിക്കോനെ കാണാൻ തന്നെ താല്പര്യമില്ല എന്ന് പറയുന്ന ബാപ്പമാരെ കണ്ടില്ലേ നിങ്ങള്? ആ പെൺകുട്ടിയോട് ഞാൻ ആകുന്നത് പോലെ ഉപദേശിച്ചതാണ്. അവളെ മുഖം തന്നെ എനിക്ക് കാണണ്ട എന്ന് പറയുന്ന ബാപ്പമാരെ കണ്ടില്ലേ നിങ്ങള്? അവളെ കാണാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ എന്റെ മകളാണ് എന്നത് എന്റെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ബാപ്പമാരെ കണ്ടില്ലേ നിങ്ങള്? അങ്ങനെ പറയുന്ന ഉമ്മമാരെ കണ്ടില്ലേ നിങ്ങള്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ പറയുന്ന മക്കളെ തന്ന അല്ലാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. പക്ഷേ ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, റബ്ബ് എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങളെ ഞാൻ ശിക്ഷിച്ചിട്ടല്ലാതെ വെറുതെ വിടൂല. നിങ്ങൾക്ക് തൗബയില്ല, നീ തൗബ ചെയ്ത് നന്നായാൽ നിന്നെ ഞാൻ സ്വീകരിക്കൂല എന്ന് പറയുന്ന ഒരായത്ത് എവിടെയെങ്കിലും കാണിക്കാനുണ്ടോ? ഉണ്ടോ? നിന്നെ ഞാൻ സ്വീകരിക്കൂല, നിന്നെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു, എന്റെ അടിമയുടെ കൂട്ടത്തിൽ നിന്നെ പെടുത്താൻ പറ്റൂല എന്ന് പറഞ്ഞൊരായത്ത്. അങ്ങനെ ഒരു ഹദീസ് 100 കുട്ടികളെ കൊന്നിട്ട് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലേക്ക് വന്നിട്ടോ, ഹബീബായ നബിയേ, ദിഹിയത്തുൽ കൽബി 100ഓളം പെൺകുട്ടികളെ കഴുത്തറുത്ത് മാറ്റി നബിയേ. ചിന്തയില്ലാത്തത് കൊണ്ട്, ആലോചനയില്ലാത്തത് കൊണ്ട്, വിവരമില്ലാത്തത് കൊണ്ട് കാട്ടാളന്മാരായ ചില ആളുകൾക്കിടയിൽ പെട്ടിട്ട് നബിയെ പെണ്ണ് അപമാനമാണെന്ന് പഠിപ്പിച്ചപ്പോൾ എന്റെ അഭിമാനം നഷ്ടപ്പെടൂന്ന് വിചാരിച്ചിട്ട് 100ഓളം കുട്ടികളെ ഞാൻ കൊന്നിട്ടുണ്ട് നബിയേ.
എന്റെ റബ്ബെനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിച്ചപ്പോ മുഖത്തിന്റെ നിറം മാറിപ്പോയി. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ വേല കേൾക്കുന്ന ഉപ്പമാരെ, വേല കേൾക്കുന്ന ചെറുപ്പക്കാരെ, മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, ഓ ഹബീബായ നബിയേ, ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്യില്ലെന്ന തീരുമാനത്തോടെ മടങ്ങി വരുന്ന അടിമകൾക്ക് അല്ലാഹു ഗഫൂറാൻ, അവൻ പുറത്തു കൊടുക്കുന്ന രാജാവാണ് നബിയേ. മലക്കുൽ അംലാക്ക് ജിബ്രീൽ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ വയൽ കേൾക്കുന്ന ഉപ്പമാരെ, ഏത് തെറ്റ് ചെയ്തവനും ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂന്ന് പറയുന്ന റബ്ബ് പോരാ, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം തരൂന്ന് പറയുന്ന റബ്ബ്, നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ ആക്കില്ലെന്ന് പറയുന്ന റബ്ബ്. എന്നാ അത് വെറും പറച്ചിലാണോ? അല്ല. സുബഹി നിസ്കരിക്കാത്ത ദിവസം മോനെ നിനക്ക് രാവിലെ പട്ടിണിയാണ് എന്ന് റബ്ബ് പ്രഖ്യാപിച്ചില്ലല്ലോ. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഉറക്കന്റെ മൂടിലേക്ക് കടന്നു പോയതിന്റെ പേരിൽ ഇശായി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ ചെറുപ്പക്കാരാ, ആ രാത്രിയിൽ നിനക്ക് മരണം തരൂന്ന് പറഞ്ഞിട്ട് റബ്ബ് നിന്നെ ഭീഷണിപ്പെടുത്തിയില്ലല്ലോ, രാത്രിയിൽ ഭയപ്പെടുത്തിയില്ലല്ലോ. ഖളാ വീട്ടിയിട്ട് റബ്ബിലേക്ക് തൗബ ചെയ്തോന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും റബ്ബിന്റെ മടക്കയത്തിലേക്ക് തിരിച്ചു വിളിച്ച റബ്ബില്ലേ, ആ റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ജീവിക്കുമ്പോൾ ഓ മുഅ്മിനായ മനുഷ്യ, ഭയപ്പാടുകളെ മറന്നു പോകുന്നവരായി പോകരുത്. വീണ്ടും വീണ്ടും അവൻ കാരുണ്യം ചെയ്യുന്നത് കണ്ടിട്ട് ഭയം മനസ്സിൽ നിന്നെടുത്ത് എന്തായാലും അവന്റെ കാരുണ്യം ഉണ്ടാകും, ഞാനെങ്ങനെ രക്ഷപ്പെട്ടു പോകൂന്ന് ചിന്തിക്കുന്ന ചിന്ത ഉണ്ടാകരുത്. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ വയൽ കേൾക്കുന്ന ഉമ്മമാരെ, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ഞാനാണെന്ന് പറഞ്ഞ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും തണലില്ലാത്ത ലോകത്ത്, ആരും പ്രതീക്ഷ നൽകാത്ത ലോകത്ത്, ഒരമ്പിയാക്കളും ഏറ്റെടുക്കാത്ത ലോകത്ത്, ഒരു മലക്കുകൾക്കും ധൈര്യം കിട്ടാത്ത ലോകത്ത് ഞാനാണ് നിങ്ങളെ ശുപാർശകനെന്ന് പഠിപ്പിച്ച നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് റബ്ബിനോടുള്ള ഭയപ്പാട് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടാ ഉമ്മമാരെ, രാത്രിയിലെ നേറ്റ് നിസ്കരിച്ച് കാലിന്റെ മേലെ നീരിറങ്ങിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി എന്നല്ലേ ചരിത്രം. ഓ ഹബീബായ നബിയേ, ഇന്നല്ലാഹ് തീർച്ചയായും ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. കഴിഞ്ഞുപോയ കാലത്തും വരാനിരിക്കുന്ന കാലത്തും അങ്ങേക്ക് തിന്മകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ തന്നുകൊണ്ട് സംരക്ഷണം നൽകിക്കൊണ്ട് അല്ലാഹു തആല അങ്ങയെ ആദരിച്ചിട്ടുണ്ടല്ലോ നബിയേ, അങ്ങയെ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ നബിയേ. അങ്ങയുടെ ജീവിതത്തിൽ ഒരു ഹറാമ് സംഭവിക്കൂല. ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞതുപോലെ, ഏതെങ്കിലും വിവരമില്ലാത്ത വഹാബികൾ എഴുതി വെച്ചതുപോലെ, ഏതെങ്കിലും പുത്തംവാദികൾ പറഞ്ഞതുപോലെ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ തെറ്റുപറ്റി എന്ന് പറയുന്നൊരു പ്രവാചകൻ അത് മുസ്ലിമീങ്ങളെ പ്രവാചകൻ അല്ല, മുസ്ലിമീങ്ങൾക്ക് മതം പഠിപ്പിച്ച നേതാവല്ല. മറിച്ചോ അങ്ങയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലയളവിലും വരാനിരിക്കുന്ന കാലയളവിലും റബ്ബ് അങ്ങേക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് നബിയേ. ജീവിതത്തിൽ അങ്ങേക്കൊരു തെറ്റ് പറ്റൂല, ഒരു കറാഹത്ത് പോലും സംഭവിക്കൂല, ഒരു തിന്മയും അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. അങ്ങയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തിന്മ സംഭവിക്കൂല. നിർബന്ധമായതൊന്നും കൈയൊഴിച്ചു പോകൂല നബിയേ എന്ന് പറഞ്ഞ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്രായം പറയാനുള്ള
അത് ഏറ്റവും ചെറുപ്പക്കാരിയായ ഭാര്യയാണല്ലോ സയ്യിദത്തിനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ബാക്കിയുള്ള ഭാര്യമാരൊക്കെയും ഒരു തവണ വിവാഹം കഴിഞ്ഞവരും പ്രായം പറയാനുള്ളവരുമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മാത്രമാണ് പ്രായം കുറഞ്ഞ പെണ്ണ്. ആ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ആരോഗ്യവാനായി കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ഓ ആയിഷ, എന്റെ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു സമാധാനമുണ്ടല്ലോ. എന്റെ റബ്ബിന്റെ മുന്നിലെല്ലാം സമർപ്പിച്ച് എന്റെ ഹൃദയം റബ്ബിലേക്ക് അങ്ങ് സമർപ്പിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു മാനസികമായ റാഹത്തുണ്ടല്ലോ. അതെന്റെ ജീവിതത്തിൽ ഒരു ഭാര്യമാരിലുമില്ല ആയിഷ. ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണ് കുളിർക്കുന്നത് നിസ്കാരത്തിലാണ് ആയിഷ. എന്റെ കണ്ണിന് കുളിർമയുണ്ടാകുന്നത്, എന്റെ കണ്ണിന് സന്തോഷം ഉണ്ടാകുന്നത് എല്ലാം മറന്ന് എന്റെ റബ്ബിലേക്ക് ഞാൻ എങ്ങനെയിക്കുമ്പോ എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് നിസ്കാരത്തിലാണ് ആയിഷ. അഷ്റഫുൽ